പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇതുപോലുള്ള ശുശ്രൂഷകളിൽ പങ്കുചേരുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ കർത്താവിൻ്റെ വലിയൊരു ആഗ്രഹമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പിശാചുകൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ. ശിഷ്യന്മാർ പോയി എല്ലായിടത്തും പ്രസംഗിച്ചു. ശിഷ്യന്മാർ തിരിച്ചു വന്നു. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, നിൻ്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. യേശു പറഞ്ഞു, സാത്താൻ ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത് ഞാൻ കണ്ടു. ഉടനെ ഈശോ അവരോട് പറയുകയാണ്, നിങ്ങളതെല്ലാം ചെയ്തത് ശരിയാണ്. നിങ്ങൾ ശുശ്രൂഷ ചെയ്തപ്പോൾ സാത്താൻ ഇടിമിന്നലുകൾ നിബദിച്ചു. നിങ്ങൾ ശുശ്രൂഷ ചെയ്തപ്പോൾ വലിയ സൗഖ്യങ്ങളുണ്ടായി. നിങ്ങൾ ചെയ്ത സമയത്ത് വൻ കാര്യങ്ങൾ സംഭവിച്ചു. അതെല്ലാം ശരിയാണ്. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ ഇതല്ല നിങ്ങൾ സന്തോഷിക്കേണ്ട വിഷയം. നിങ്ങൾ സന്തോഷിക്കേണ്ട വിഷയം ഏതാണ്? നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ ജീവൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ. ഇപ്പോൾ ഇവരൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ ജീവൻ്റെ ഗ്രന്ഥത്തിലുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെട്ടിട്ടില്ല എന്ന് കരുത്. ഇപ്പോൾ വട്ടായിലച്ചൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ വട്ടായിലച്ചൻ്റെ പേര് സ്വർഗത്തിൽ ഇല്ല എന്ന് കരുത്. പിന്നെ ബാക്കി എന്തെല്ലാം നേടിയിട്ട് എന്ത് പ്രയോജനം? നിത്യജീവൻ്റെ ഗ്രന്ഥത്തിൽ പേര് വരാതിരിക്കാൻ വേണ്ടി സാത്താൻ നമ്മളിൽ പ്രയോഗിക്കുന്ന ഒരു തിന്മയുടെ പേരാണ് അവിശ്വാസം. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ശിക്ഷാർഹമായ അവിശ്വാസം. കേൾക്കും, വിശ്വസിക്കില്ല. കാണും, ഒന്നും മനസ്സിലാക്കില്ല. യേശുവിനെയും നിത്യജീവനെയും അവഗണിച്ചുകൊണ്ട് ഞാനും നിങ്ങളും മുന്നോട്ട് പോകും. അതിനെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 675-ാമത്തെ ഗണികയിൽ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: പ്രവാചകന്മാരെയും സ്നാപക യോഹന്നാനെയും പിന്തുടർന്ന് ഈശോ തൻ്റെ പ്രഘോഷണത്തിൽ അന്തിമ ദിവസത്തിലെ വിധിയെപ്പറ്റി പ്രസ്താവിച്ചു. അപ്പോൾ ഓരോരുത്തർക്കും തന്താങ്ങളുടെ ജീവിത വ്യാപാരങ്ങളും ഹൃദയ രഹസ്യങ്ങളും മറച്ചു വെക്കാൻ കഴിയില്ല, അവർ പുറത്തു വരും. ദൈവകൃപയുടെ ദാനത്തെ നിരർത്ഥകമായി കരുതിയ ശിക്ഷാർഹമായ അവിശ്വാസം അപ്പോൾ ശപിച്ചു തള്ളപ്പെടും. ദൈവകൃപയുടെ ദാനം നിത്യജീവൻ, ദൈവകൃപയുടെ ദാനം നിത്യരക്ഷ, ദൈവകൃപയുടെ ദാനം സ്വർഗത്തിൽ നിത്യജീവന്റെ ഗ്രന്ഥത്തിൽ പേരുള്ള അവസ്ഥ, ദൈവകൃപയുടെ ദാനം നിത്യജീവന്റെ കർത്താവ് യേശുവിനെ സ്വീകരിക്കാനുള്ള കൃപ, വിശ്വാസത്തിന്റെ കൃപ. ദൈവകൃപയുടെ ദാനത്തെ നിരർത്ഥകമായി കരുതിയ ശിക്ഷാർഹമായ അവിശ്വാസം അന്നാണ് തിരിച്ചറിയുള്ളൂ. ഇപ്പം നമ്മൾ തിരിച്ചറിയില്ല. ഞാനൊരു കേമൻ എന്ന മട്ടിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നേക്കാൾ കവിഞ്ഞ ആരുമില്ല എന്ന മട്ടിലാണ് ഇപ്പോൾ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താ കാരണം? ഇത്തിരി പണമുണ്ട്, ഇത്തിരി പഠിപ്പുണ്ട്, ഇത്തിരി ആരോഗ്യമുണ്ട്, ഇത്തിരി ഒരു നീർക്കുമ്പളയുടെ മുകളിൽ ഇരിക്കണ മാതിരി ഇപ്പോൾ തോന്നുകയാണ്. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ക്ഷണനേരം കൊണ്ട് പൊട്ടിത്തകർന്നു പോകുന്നുള്ള കാര്യം ഈ മനുഷ്യൻ മനസ്സിലാക്കുന്നുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനത്തെ ആസ്പദമാക്കി ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ ദൈവദാസന്മാർ ചരിത്രത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മളെ ദൈവജനത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് കാര്യമുണ്ട്. ഇതെല്ലാം മാറി മറിയും, ഇതെല്ലാം മാറി മറിയും. ഞാനും നിങ്ങളും നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ ന്യായാസനത്തിൽ നിൽക്കുമ്പോൾ ദൈവകൃപയുടെ ദാനത്തെ നിരർത്ഥകമായി കരുതി. ഇത് നിരർത്ഥകം എന്ന് പറഞ്ഞെന്താ? പള്ളിയിൽ പോകുന്നതിന് അർത്ഥമില്ല, കുർബാനയ്ക്ക് പോകുന്നതിന് അർത്ഥം തോന്നുന്നില്ല, പ്രാർത്ഥിക്കാൻ പോകുന്നതിന് അർത്ഥം തോന്നുന്നില്ല, കുർബാന സ്വീകരിക്കുന്ന അർത്ഥം തോന്നുന്നില്ല, ഒരു വൈദികനാകുന്നതിനെ കുറിച്ച് അർത്ഥം തോന്നുന്നില്ല, കുമ്പസാരിപ്പിക്കാൻ വേണ്ടി പോയി ഇരിക്കുമ്പോൾ അർത്ഥം തോന്നുന്നില്ല, കുമ്പസാരിക്കാൻ പോകാനും അർത്ഥം തോന്നുന്നില്ല. സ്വീകരിക്കുന്നതിനും കൊടുക്കുന്നതിനും ഒരുപോലെ തന്നെ ആയി മാറുന്നൊരു അവസരം വരും എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവ കൃപയുടെ ദാനത്തെ നിരർത്ഥകമായി കരുതുന്ന ശിക്ഷാർഹമായ അവിശ്വാസം, ഈ രാത്രി നമ്മൾ അതിനെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്.
അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ്, അതിൻ്റെ ടാർഗറ്റ്, അതിൻ്റെ നെറ്റ് റിസൾട്ടായിട്ട് സാത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിത്യജീവൻ പ്രാപിക്കരുത്, നാം നിത്യജീവൻ പ്രാപിക്കരുത്, നമ്മുടെ പേര് നിത്യജീവൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് മായ്ക്കപ്പെടണം, ഞാനും നിങ്ങളും നിത്യജീവനിൽ സന്തോഷിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന സാത്താൻ വളരെ മനഃപൂർവ്വം എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിക്കുന്ന ഒരു കാര്യമാണ് ദൈവകൃപയുടെ ദാനത്തെ നിരർത്ഥകമായി കരുതുന്ന, യൂസ്ലെസ് ആയി കരുതുന്ന, മീനിങ്ലെസ് ആയി കരുതുന്ന ശിക്ഷാർഹമായ അവിശ്വാസം. അപ്പോൾ ആത്മീയ കാര്യങ്ങൾ മീനിങ്ലെസ് ആയിരിക്കും നമുക്ക്. അപ്പോൾ ഇതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നതും, ഇതിനുവേണ്ടി പണം മുടക്കുന്നതും, ഇതിനുവേണ്ടി അധ്വാനിക്കുന്നതും, ഇതിനുവേണ്ടി ഓടി നടക്കുന്നതും യൂസ്ലെസ് ആയി തോന്നും, നോൺസെൻസ് ആയി തോന്നും. ഉച്ചത്തിൽ പറഞ്ഞ ഹാലേലുയ്യ, സ്വരമൂർത്തി പറ ഹാലേലുയ്യ. ഇവിടെ ഇരിക്കുന്ന നിരവധി വ്യക്തികളുടെ ഉള്ളിൽ ഇപ്പോൾ ഇതെല്ലാം അബ്സേർഡിറ്റിയാണ്. ആത്മീയ കാര്യങ്ങൾ, ദൈവിക കാര്യങ്ങൾ, വിശ്വാസമായ കാര്യങ്ങൾ, ഇറ്റ് ഈസ് ആൻ അബ്സർഡിറ്റി, നോൺസെൻസ്, യൂസ്ലെസ്. അതിൻ്റെ പുറകിൽ പിടയ്ക്കുന്നത് പരിശുദ്ധാത്മാവല്ല മക്കളെ. അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും നിത്യനാശം ആഗ്രഹിക്കുന്ന, എൻ്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ ജീവിതവും എൻ്റെയും നിങ്ങളുടെയും കുടുംബവും ഇടവകയും ദേശവും വളരെ വളരെ ദൈവത്തോട് മത്സരത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദുഷ്ടപിശാചിൻ്റെ, ദുഷ്ടാരൂപിയുടെ കൗശലമാണ്. അന്ന് പറുദീസയിൽ ഹവ്വയെ വഴിതെറ്റിച്ച അതേ കൗശലം തന്നെ. ദൈവകൃപയുടെ ദാനത്തെ നിരർത്ഥകമായി കരുതുന്ന ശിക്ഷാർഹമായ അവിശ്വാസം എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തെയും വ്യക്തിപരമായ ജീവിതത്തെയും ഗ്രസിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 27 തൊട്ട് 31 വരെ വാക്യങ്ങൾ. ലാസർ സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധി ഇരിക്കുന്നു, ധനവാൻ നരകത്തിൽ കിടന്ന് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ധനവാൻ അബ്രാഹത്തോട് സംസാരിക്കുന്ന കാര്യമുണ്ട്. പിതാവായ അബ്രാഹമേ, ലാസറിനെ വേഗം എൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുക. തുള്ളി വെള്ളം, ഒരാശ്വാസം എനിക്ക് വേണം. എത്ര നിരീശ്വരനാണെങ്കിലും, എത്ര കടുത്ത യുക്തിവാദിയാണെങ്കിലും, എത്രമാത്രം ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ആ സമയത്ത് ഒരു ആശ്വാസത്തിന് വേണ്ടി ആഗ്രഹിക്കും. ലാസറിനെ എൻ്റെ അടുക്കലേക്ക് അയക്കണമേ, ഒരു ആശ്വാസം എനിക്ക് തരണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. അപ്പോൾ അത് നിഷേധിക്കപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു അപേക്ഷയാണ് തുടർന്ന് കാണുന്നത്. പിതാവായ അബ്രാഹമേ, എൻ്റെ പിതൃഭവനത്തിൽ കുറച്ച് സഹോദരന്മാരുണ്ട്. അവരൊന്നും പള്ളിപ്പോക്കും കാര്യമൊന്നും ഉള്ളവരല്ല, അവരൊന്നും വിശ്വാസമുള്ളവരല്ല. അവർ ബിസിനസ്സും, അവർ പഠനവും, അവർ വലിയ വലിയ കാര്യങ്ങളുമായിട്ട് പട്ടണത്തിൽ മുഴുകി ജീവിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പിതൃഭവനത്തിലേക്ക് ലാസറിനെ അയക്കണം. അപ്പോൾ പിതാവായ അബ്രാഹാം എന്താ അവരോട് പറയണത്? അത് സാധ്യമല്ല. അവിടെ മോശയും പ്രവാചകന്മാരുണ്ടല്ലോ. അപ്പോൾ ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രാഹാമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അനുദപിക്കും, വിശ്വസിക്കുന്നു. ഇപ്പൊ വിശ്വാസം ഉണ്ടാണെങ്കിൽ ഇപ്പൊ എന്തായി സ്ഥിതി? ധ്യാനം കൂടി ഇപ്പൊ എന്തായി സ്ഥിതി? മരിച്ച ഒരാൾ വന്നിഞ്ഞ് ധ്യാനം നടത്തണം, വിശ്വാസം വരണമെങ്കിൽ. മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും. വിശ്വസിക്കും പറഞ്ഞാൽ അനുദപിക്കും, ചേഞ്ച് ആവും. അപ്പോൾ അബ്രാഹാം പറയുകയാണ്, മോശയും പ്രവാചകന്മാരോടുണ്ട്, അവർ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ ഒരുവൻ ചെന്ന് ഉയർത്താലും അവർക്ക് വിശ്വാസം വരില്ല. ഇപ്പം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്ഥിതി എന്താ? ഇപ്പം നമ്മുടെ വിശ്വാസി സമൂഹത്തിൻ്റെ സ്ഥിതി എന്താ? ഇപ്പം നമ്മുടെ മക്കളുടെ ഹൃദയത്തിൻ്റെ സ്ഥിതി എന്താ? എന്ത് കണ്ടാലാണ് ഇനി വിശ്വാസം വരണത്? ഇനി നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടതാണ് കർത്താവ് ചോദിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതകാലത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവിടുന്ന് വചനങ്ങൾ ധാരാളം നൽകി. മുമ്പില്ലാത്ത വിധം വചനങ്ങൾ നൽകിയൊരു കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം. നമ്മുടെ ജീവിതകാലത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രകടമായ അത്ഭുതങ്ങൾ അവിടുന്ന് വർഷിച്ചു, പ്രകടമായ അടയാളങ്ങൾ അവിടുന്ന് വർഷിച്ചു. അനേക സാക്ഷികളെ ഉയർത്തി. മാനസാന്തര ജീവിതം നയിക്കുന്നവർ,
അനേകം ചെറുപ്പക്കാർ, അനേകം കാർന്നവന്മാർ, അനേകം കുടുംബനാഥന്മാർ, അനേകം വൈദികർ, അനേകം സിസ്റ്റേഴ്സ്, അനേകം കുട്ടികൾ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് അതിശക്തമായ വിധം നിലപാടെടുത്ത് വളരുന്ന ഒരു കാലഘട്ടം. അതുപോലെ തന്നെ ഹൃദയ കാഠിന്യവും പാപവും കട്ട പിടിക്കുന്നൊരു കാലം, അവിശ്വാസം കട്ട പിടിക്കുന്നൊരു കാലം. വെളിപാടിൻ്റെ പുസ്തകത്തിലെ പ്രവചനം അന്വർത്ഥമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മക്കളെ ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിപാട് 22:11, അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ, പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ, നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് എളിമയും വിശുദ്ധിയും പ്രാർത്ഥനയുള്ളവർ അതിശക്തമായ വിധം പ്രാർത്ഥിച്ചും എളിമപ്പെട്ടും സഹിച്ചും പീഡനമേറ്റും സ്വർഗരാജ്യത്തിന് തങ്ങളെ തന്നെ യോഗ്യരാക്കി വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ വേറൊരു ഭാഗത്ത് വിശാലവും വിസ്തൃതവുമായ വിനാശത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന വളരെ വലിയൊരു സമൂഹം, വളരെ വലിയൊരു മജോറിറ്റി പാപത്തിന് വേണ്ടി നിയമം ഉണ്ടാക്കി, നിയമത്തിൻ്റെ മേൽ നിയമം ഉണ്ടാക്കി, പാപത്തിൻ്റെ മേൽ പാപം ചെയ്ത് അതിൽ അഹങ്കരിച്ച് അതിൽ അഭിമാനിച്ച് അർമാദിച്ച് തങ്ങളുടെ തന്നെ തന്നിഷ്ടത്തിൻ്റെ കൊടികുത്തി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ചെറുതായാലും വലുതായാലും പ്രിയപ്പെട്ട സഹോദരൻ, ഹൃദയ കാഠിന്യത്തിൻ്റെ കാര്യത്തിൽ പ്രായഭേദ വ്യത്യാസം ഇല്ല. മരിക്കാറായി കിടക്കുന്നവരാണെങ്കിലും ചെറിയ സ്കൂൾ കുട്ടിയാണെങ്കിലും യുവാവാണെങ്കിലും യുവതിയാണ്, അത് യുവത്വത്തിൻ്റെ ചോരത്തിളപ്പ് കൊണ്ടാണെന്ന് വിചാരിക്കരുത്. അതൊരു ദുഷ്ടപിശാചിന്റെ ഉപദ്രവമാണ്. വിശ്വാസത്തിനെതിരായി പാപം ചെയ്യാത്തവനിലാണ് വിശ്വാസം നിലനിൽക്കുള്ളൂ. 1 കൊറിന്തോസ് 2-ാം 14 ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധ്യമല്ല, മനസ്സിലാക്കുകയില്ല, സ്വീകരിക്കുകയില്ല. അതിനു മുമ്പ് തന്നെ മുൻവിധി പ്രസ്താവിച്ചു കഴിഞ്ഞു. തട്ടിപ്പ്. കർത്താവിനെ കണ്ട അപ്പം തോന്നുന്നു തട്ടിപ്പാൻ തോന്നുക, വിശുദ്ധ കുർബാന കണ്ട തട്ടിപ്പാൻ തോന്നുക, പള്ളി കണ്ട തട്ടിപ്പാൻ തോന്നുക, കുർബാന കണ്ടാൽ ബൈബിള് കണ്ടാൽ ഇങ്ങനെ ആത്മീയ കാര്യങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഷട്ടർ വന്ന് കടയും. പിശാച ഷട്ടറും കടയ്ക്കും. തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല. അവൻ പറഞ്ഞ സയൻസാണ് എൻ്റെ ദൈവം. പിന്നെ ദൈവത്തിൻ്റെ ആത്മാവ് വന്നതിന് ശേഷം മാത്രമേ അവന് ദൈവിക കാര്യങ്ങൾ ടേസ്റ്റ് ആയുള്ളൂ. അപ്പോൾ എനിക്കിത് കേട്ട സമയത്ത് എനിക്ക് ആദ്യം ഭയങ്കര വിഷമം തോന്നി. ദൈവത്തെക്കുറിച്ചോ യേശുവിനെക്കുറിച്ചോ കുർബാനയെക്കുറിച്ചോ ആരെങ്കിലും പറഞ്ഞ് എനിക്ക് ഭയങ്കര വിഷമം വരും. പക്ഷെ എന്താ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വിഷമിക്കരുത്. അങ്ങനത്തെ കുട്ടികളെ ഓർത്ത് വിഷമിക്കരുത്. അവരെ കൂടുതൽ സ്നേഹിക്കണം. കാരണം അവർക്ക് വേണ്ടി കൂടിയാണ് ഈശോ തിരുരക്തം ചിന്തിയത്. അവർക്ക് വേണ്ടി കൂടിയാണ് ഈശോ കുരിശിൽ മരിച്ചത്. അവരെ ഈശോ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ പിന്നെ ഉറക്കം ഉപേക്ഷിച്ച് അവർക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കാൻ തുടങ്ങും. ഇതിനെക്കുറിച്ച് എനിക്ക് പിന്നെ കൂടുതൽ മനസ്സിലാക്കിയ ഒരു പുസ്തകമാണ് സിസ്റ്റർ നഥാലിയയ്ക്ക് ഈശോയും മാതാവും കൂടെ ചില ദർശനങ്ങൾ അടങ്ങിയൊരു പുസ്തകം. ആ പുസ്തകത്തിൻ്റെ പേരാണ് ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി. ഹംഗറിയിൽ 2ാം ലോക മഹായുദ്ധകാലത്ത് ജീവിച്ചിരുന്ന ഒരു സിസ്റ്ററാണ്. ആ സിസ്റ്ററിന് ഈശോയും മാതാവും പ്രത്യക്ഷപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് ദർശനങ്ങൾ കൊടുക്കും. അപ്പോൾ ഒരു ദിവസം ഈ സിസ്റ്റർ നഥാലിയ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ ഇങ്ങനെ വളരെ സങ്കടത്തോടെ നല്ല ഒരു ഉടുപ്പും പിടിച്ച് ഒരു ഗൗൺ, ആദ്യ കുർബാന സ്വീകരണത്തിന് ഇടുന്ന ഗൗണില്ലേ, അതേ കാലിൻ്റെ അറ്റം വരെ ഇടുന്ന അതേമാതിരി ആ പെൺകുട്ടികൾ നല്ലൊരു ഗൗണും പിടിച്ച് ഈശോ ഇങ്ങനെ നിൽക്കുകയാണ്. ഉടനെ ഈ സിസ്റ്റർ നഥാലിയ ചോദിച്ചു, എൻ്റെ ഈശോയെ ഇത്രയും മനോഹരമായ ഡ്രസ്സ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇറ്റ്സ് സോ ഫണ്ടാസ്റ്റിക്. ഇത് എങ്ങനെ, ഇത് ആരുണ്ടാക്കിയത്, ഇത് എവിടെ നിന്ന് ഉണ്ടാക്കിയത്, ഇത് ആർക്ക് വേണ്ടിയാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇത് ഞാൻ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഡ്രസ്സാണ്. ഇത് ആർക്ക് വേണ്ടിയാന്ന് ചോദിച്ചു. ഈശോ പറഞ്ഞു, ഇത് സിസ്റ്റർ കൊർദൂലയ്ക്കുള്ള വസ്ത്രമാണെന്ന് പറഞ്ഞു. ഉടനെ ഈ നമ്മുടെ ഈ സിസ്റ്റർ നഥാലിയ ചോദിച്ചു, എന്നാൽ പിന്നെ അങ്ങ് കൊടുക്കാൻ പാടില്ലേ, ഇത് പിടിച്ചോണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ സിസ്റ്റർ നഥാലിയ, ഞാനിത് പിടിച്ചു നിൽക്കാൻ അതുകൊണ്ട് ഒരുപാട് കാലമായി. സിസ്റ്റർ കൊർദൂലയ്ക്ക് ഇത് വാങ്ങണമെന്നൊരു ആഗ്രഹവും ഇല്ലെന്ന് പറഞ്ഞു. സിസ്റ്റർ കൊർദൂലയ്ക്ക് ഇതൊന്നും താല്പര്യമില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്, കോഴീനെ അഴിച്ചു വിടാനുണ്ട്, പശുവിനെ കറക്കാനുണ്ട്.
പിന്നെ സ്കൂൾ അടിച്ച് വരാനുണ്ട്, രാവിലെ രാത്രിക്ക് പൂട്ടാനുണ്ട്, അതിൻ്റെ പെയിൻറ്റിങ് നടത്താനുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുള്ളൂ. സിസ്റ്റർ ലോക കാര്യങ്ങളിൽ വ്യഗ്രതപ്പെട്ടിരിക്കുന്നത് കൊണ്ട് സിസ്റ്ററിന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഡ്രസ്സ് വാങ്ങാൻ ഒരിക്കലും സമയമില്ല, താല്പര്യമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് സിസ്റ്റർ നഥാലിയോട് ഈശോ പറഞ്ഞു, നീ ഉപവാസം എടുക്കണം, നീ പ്രായശ്ചിത്തം ചെയ്യണം, നീ പരിഹാരം ചെയ്യണം. സിസ്റ്റർ കുറുദൂലയുടെ മേൽ സ്വർഗത്തിൽ നിന്ന് ധാരാളമായി അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെട്ട് സിസ്റ്ററിൻ്റെ മേൽ കൃപ നിറയാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരുപക്ഷെ സിസ്റ്റർക്ക് ഇത് വാങ്ങാൻ ഒരു ദാഹം ഉണ്ടായേക്കാം. അങ്ങനെ സിസ്റ്റർ നഥാലിയ ദൈവസന്നിധി മുട്ടുമേൽ നിന്ന് കൊന്തയെല്ലാം തുടങ്ങി, കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഉപവാസം എടുക്കാൻ തുടങ്ങി. അതിൻ്റെ പരിണത ഫലമായിട്ടാണ് പിന്നെ ഒരു സിസ്റ്റർ കുറുദൂലയുടെ ജീവിതത്തിൽ ഭയങ്കരമായി ചേഞ്ച് വരുന്നത്. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വസ്ത്രത്തിൻ്റെ പേരാണ് കൃപയുടെ അനശ്വര വസ്ത്രം. ഈശോ ഈ വസ്ത്രം പിടിച്ചിരിക്കാൻ കുറേ കാലമായി മേടിക്കുന്നില്ല. വിശ്വാസത്തിൻ്റെ കൃപാവരത്തിൻ്റെ വസ്ത്രങ്ങളൊന്നും സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ഒരു രഹസ്യവും ഗ്രഹിക്കാൻ പറ്റില്ല. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ ബുദ്ധി കൊണ്ട് അവിടെ ചെന്ന് തലബുദ്ധി മറിഞ്ഞ കുറേ സമയം ക്ഷീണിച്ചിരുന്ന് ഉറങ്ങുള്ളൂ. അവസാനം പറയും ഒന്നും മനസ്സിലാകില്ല, ഇറ്റ് ഇസ് ടു ഹെവി, ഇറ്റ് ഇസ് ടു ഹെവി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവാത്മാവ് അല്ലെങ്കിൽ സ്വർഗം എൻ്റെയും നിങ്ങളുടെയും ആത്മാവിനെ അലങ്കരിക്കാൻ വരുന്ന കൃപാവരത്തിന് അനശ്വര വസ്ത്രങ്ങളുണ്ട്. ആ വസ്ത്രങ്ങൾ ഞാനും നിങ്ങൾ സ്വീകരിക്കണം. വിശുദ്ധിയുടെ വസ്ത്രം, വിശ്വാസത്തിൻ്റെ കൃപ, പ്രാർത്ഥനയുടെ കൃപ, ക്ഷമയുടെ കൃപ, സ്നേഹത്തിൻ്റെ കൃപ, വചനാഭിഷേകത്തിൻ്റെ കൃപ, ഇതെല്ലാം ദൈവം നമുക്ക് ദാനമായി തരും. അതുകൊണ്ട് വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ കർത്താവ് വന്ന് പറയുകയാണ്, എന്തെന്നാൽ ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. കാഴ്ച ലഭിക്കാൻ കണ്ണിലെഴുതാനുള്ള അഞ്ജനം എന്നോട് വാങ്ങുക. ഇത് തരാൻ വേണ്ടി സ്വർഗസ്നായ പിതാവ് ഒരുപാട് ആഗ്രഹിക്കുകയാണ്. ഇത് തരാൻ വേണ്ടി സ്വർഗം ഒരുപാട് ആഗ്രഹിക്കുകയാണ്. ഇത് തരാൻ വേണ്ടി എൻ്റെ പ്രിയ മകനെ, എൻ്റെ പ്രിയ മകളെ, നമ്മുടെ ആരംഭം തൊട്ട് സ്വർഗത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എനിക്ക് നിങ്ങൾക്കും ഈ കൃപാവരത്തിന് അനശ്വര വസ്ത്രങ്ങൾ തരണം. ഒരു വൈദികൻ എന്ന നിലയിൽ എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ കൃപാവരത്തിന്റെ വസ്ത്രം സ്വീകരിച്ചില്ലെങ്കിൽ എനിക്ക് കുർബാനയും ഈ കുമ്പസാരവും കാസയും പീലാസയും ബലിപീഠം എല്ലാം വലിയ ഹെവിയായി, വലിയ ബേർഡനായി തോന്നാൻ തുടങ്ങും. ഒരു വിശ്വാസി എന്ന നിലയിൽ, ഒരു യുവാവ് എന്ന നിലയിൽ, ഒരു യുവതി എന്ന നിലയിൽ, പ്രിയ മകനെ മകളെ, ഈ ഒരു കൃപാവരത്തിന്റെ വസ്ത്രം, ഓരോ പ്രായത്തിനും ആവശ്യമുള്ള കൃപയുടെ വസ്ത്രം ദൈവത്തിൽ നിന്ന് ഞാനും നിങ്ങളും അത് സ്വന്തമാക്കുന്നില്ലെങ്കിൽ, പ്രായത്തിനനുസരിച്ച അവനവൻ്റെ ജീവിതത്തിനനുസരിച്ച ആത്മീയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ഞാനും നിങ്ങളും പ്രാർത്ഥനയിലും ആത്മീയതയിലും വളരെയധികം അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നവരായി മാറും. എനിക്ക് വേണ്ടി കർത്താവിൻ്റെ സഭ, യേശു അല്ലെങ്കിൽ ദൈവം ഒരുക്കി വെക്കുന്ന ആത്മീയ കാര്യങ്ങളെല്ലാം ശവത്തിൻ്റെ മുമ്പിൽ വെച്ച ബിരിയാണി പോലെ ഇരിക്കും. അത് കുർബാനയായാലും കുമ്പസാരാണെങ്കിലും വചനമാണെങ്കിലും ധ്യാനമാണെങ്കിലും സന്ധ്യാപ്രാർത്ഥനയാണെങ്കിലും അങ്ങനെ തന്നെ. ഒരു ശവത്തിന് മുന്നിൽ ബിരിയാണി കൊണ്ട് വെച്ചിട്ട് എന്താ കാര്യം? ആ ശവത്തിന് വല്ല ടേസ്റ്റ് ഉണ്ടാവുമോ? ഒരു താല്പര്യം ഉണ്ടാവുമോ? ഇത് ഒന്ന് ഇച്ചിരി ഒന്ന് കഴിച്ചു നോക്കണമെന്ന്, അന്ന് അല്പം ഒന്ന് പാർട്ടിസിപ്പേറ്റ് ഒന്ന് പങ്കാളിയാകണം തോന്നുമോ? ഈ കൃപാവരത്തിന് അനശ്വര വസ്ത്രങ്ങൾ വാങ്ങാത്തവർക്ക് വേണ്ടി ആത്മീയ കാര്യങ്ങൾ വെച്ചാൽ ശവത്തിന് മുമ്പിൽ വെച്ച ബിരിയാണി പോലെയാണ് അവർക്കത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന ഓരോ മകനും മകൾക്കും ഈ രാത്രി ദൈവമായ കർത്താവ് തൻ്റെ പരിശുദ്ധ സാന്നിധ്യം നൽകി ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ അടിവരയിട്ട് എഴുതാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അത് ജെറമ്യായുടെ പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ തിരുലിഖിതമാണ്. ജെറമ്യായുടെ പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ തിരുലിഖിതം. എൻ്റെ മക്കളോട് കൂടെ നിന്നെ പാർപ്പിക്കാനും സകല ജനതകളിൽ വെച്ച് ഏറ്റവും ഛേദോഹരമായ അവകാശം നിനക്ക് നൽകാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു.
എൻ്റെ മക്കളോടുകൂടെ എന്ന് പറഞ്ഞാൽ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച്, ദൈവത്തെ ആനന്ദിപ്പിച്ച്, ദൈവത്തെ ആരാധിച്ച്, ദൈവരാജ്യവേലിൽ ആനന്ദിച്ച് ജീവിച്ച ഫ്രാൻസിസ് അസീസിയെ പോലെ, മദർ തെരേസയെ പോലെ, ഇന്ന് വരെ ജീവിച്ച രക്തസാക്ഷികളെ പോലെ, സെബസ്ത്യാനോസ് പുണ്യാളനെ പോലെ, അന്തോനീസ് പുണ്യാളനെ പോലെ അവർക്കൊക്കെ കൊടുത്തതിനേക്കാളും വലിയ കാര്യങ്ങൾ നിനക്ക് തരാൻ ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. ആത്മീയ വരങ്ങൾ, ആത്മീയ കൃപകൾ, ദൈവരാജ്യത്തിൻ്റെ സമ്പത്ത്, ഇന്ന് വരെ ലോകത്തിൽ ആർക്കും കൊടുക്കാത്ത ശ്രേഷ്ഠമായ ആത്മീയ വരങ്ങൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കരുതി എൻ്റെ സ്വർഗസ്വനായ പിതാവ് യുണീക്കായ കൃപകൾ എനിക്ക് വേണ്ടി ഒരുക്കി ഇതാ കാത്തിരിക്കുകയാണ്. നമുക്ക് താല്പര്യമില്ല, നമ്മൾ ബിസിയാണ്. ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാൻ നമുക്ക് തോന്നുന്നില്ല. നമ്മൾ വിശ്വസിക്ക് വേണ്ടി തലകുത്തി നിൽക്കുകയാണ് ഇവിടെ, നമ്മൾ അതിനുവേണ്ടി പരക്കം പായുകയാണ്. ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നില്ല. സകല ജനതകളിൽ വെച്ച് ഇന്ന് വരെ കൊടുത്തിട്ടുള്ള സകല വിശുദ്ധന്മാർക്കും കൊടുത്തിട്ടുള്ള സകലർക്കും ഇന്ന് വരെ ഞാൻ കൊടുത്തിട്ടുള്ള വെച്ച് ഏറ്റവും നല്ലത്, അതിനേക്കാൾ ശ്രേഷ്ഠമായത് ഇനിയും എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. അത് നിനക്ക് തരണമെന്ന് ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. ഇന്ന് രാത്രി ആഗ്രഹിക്കണം, ദൈവമേ എനിക്ക് വിശ്വാസത്തിൻ്റെ വരം. നമ്മൾ മെയിനായിട്ട് അതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. വിശ്വാസത്തിൻ്റെ കൃപ എനിക്ക് വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മൾ ആരും വലിയ കേമന്മാരല്ല, നമുക്ക് എല്ലാവർക്കും ദൈവം തരണം. നമ്മൾ അങ്ങനെ ആഗ്രഹിക്കണം. നമ്മൾ ചെറുതാണ്, ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴെ നിൽക്കണം. ദൈവമേ എനിക്ക് വിശ്വാസ ജീവിതത്തിൽ കുറവുണ്ട്, എനിക്ക് പ്രാർത്ഥനയിൽ കുറവുണ്ട്, എനിക്ക് അങ്ങേ മനസ്സിലാകുന്നില്ല, എനിക്ക് രഹസ്യങ്ങൾ, ദൈവിക രഹസ്യം എന്ന് പറഞ്ഞാൽ മിസ്റ്ററി, സീക്രട്ട് അല്ല, മിസ്റ്ററി. എനിക്ക് ദൈവരാജ്യത്തിൻ്റെ മിസ്റ്ററികൾ മനസ്സിലാകുന്നില്ല, എനിക്ക് കുർബാന മനസ്സിലാകുന്നില്ല, എനിക്ക് വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ മനസ്സിലാകുന്നില്ല, എനിക്ക് സന്ധ്യാപ്രാർത്ഥന ദൈവരാജ്യത്തിൻ്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാകുന്നില്ലെങ്കിൽ ദൈവത്തോട് പറയും എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് അതിനുള്ള കൃപ തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1815 ഖണ്ഡിക വിശ്വാസത്തിൻ്റെ ദാനം അതിനെതിരായി പാപം ചെയ്യാത്തവരിൽ നിലനിൽക്കുന്നു. വിശ്വാസത്തിന് ദാനം കിട്ടി, ആ വസ്ത്രം കിട്ടി, എന്നാൽ പലരും അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് അത് പലരുടെയും അഴുക്ക് പിടിച്ചു പോയി, ചെളി പിടിച്ചു പോയി, ചിലരുടെ വസ്ത്രങ്ങളൊക്കെ പിശാച് ഊരിയെടുത്തുകൊണ്ട് പോയി. അങ്ങനെ വിശ്വാസം കളഞ്ഞു കുളിച്ചവരുണ്ട്. വിശ്വാസത്തിൻ്റെ ദാനം നഷ്ടപ്പെടും. ഒരു നല്ല വിശേഷപ്പെട്ട ഔഷധ ചെടി കിട്ടിയാൽ, ഒരു റയർ വെറൈറ്റി ഒരു ചെടി കിട്ടിയാൽ അതിനെ എത്രമാത്രം നമ്മൾ പരിപാലിച്ച് പരിചരിച്ച് വളർത്തുന്നുവോ അതുപോലെ വിശ്വാസത്തിൻ്റെ ഈ ഒരു കൃപ ഞാനും നിങ്ങളും പരിരക്ഷിക്കണം. അതിനുവേണ്ടി പോരാടണം, അതിനുവേണ്ടി അധ്വാനിക്കണം, അതിനെ കാത്തു സൂക്ഷിക്കണം. അങ്ങനെ കാത്തു സൂക്ഷിച്ചാൽ വിശ്വാസത്തിൻ്റെ ആ കൃപയുടെ ബലവും ശക്തിയും തക്ക സമയത്ത് പ്രകടമാകും. ഈ സമയം എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി ഇന്ന് പരിശുദ്ധാത്മാവ് ഓരോ മകനെയും മകളെയും വിളിക്കുകയാണ്. വിശ്വാസത്തിന് വേണ്ടി ദൈവം തരുന്ന ആ ഒരു ദൈവകൃപ സ്വീകരിക്കാതെ ഈ ഒരു ലോകം എന്താണെന്ന് മനസ്സിലാവില്ല. വിശ്വാസത്തിൻ്റെ കൃപ, ആ കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ പരിചരിച്ച് വളർത്തിയവരുണ്ട്, ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ദൈവം തരും. കർത്താവിനോട് ചോദിക്കണം, കർത്താവേ എൻ്റെ വിശ്വാസത്തിൻ്റെ ആ കൃപ മങ്ങിപ്പോയിട്ടുണ്ട്, ഞാനത് കെടുത്തിക്കളഞ്ഞു, എനിക്ക് വീണ്ടും തരണം. കർത്താവ് അഭിഷേകം ചെയ്യും. ആദ്യത്തേതിനേക്കാൾ കൂടുതൽ നല്ലത് നന്ന് കർത്താവ് വീണ്ടും അനുഗ്രഹിക്കുന്നവനാണ്. രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഈ രാത്രി കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്. നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരിക, സൗജന്യമായി പാനം ചെയ്യുക, സൗജന്യമായി സ്വീകരിക്കുക. ഇതാണ് കർത്താവ് വിശുദ്ധ ലിഖിതങ്ങളോട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്ക് കൃപാവരം ആവശ്യമുള്ളതെല്ലാം ചോദിക്കാം. വിശ്വാസത്തിൻ്റെ കൃപ ചോദിക്കുക, വിശുദ്ധിയുടെ വസ്ത്രം ചോദിക്കാം, വിശുദ്ധിയുടെ കൃപ ചോദിക്കുക, ദൈവവചനത്തിൻ്റെ അഭിഷേകത്തിൻ്റെ കൃപ ചോദിക്കാം, പ്രാർത്ഥനയുടെ കൃപാവരം ചോദിക്കുക. എന്തെല്ലാം കൃപകൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവോ അത് ചോദിക്കും. മെയിനായിട്ട് പ്രധാനമായിട്ട് ഇന്ന് കൃപ, വിശ്വാസത്തിൻ്റെ കൃപ ജ്വലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഈ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാത്താൻ വളരെയധികം കൗശലത്തിൽ ആക്രമിക്കുന്നൊരു കാര്യമാണ്. സകല മക്കളിൽ നിന്ന് വിശ്വാസത്തിൻ്റെ കൃപ ദുർബലപ്പെടുത്തണം, സഭയിൽ നിന്ന് വിശ്വാസത്തിൻ്റെ കൃപ ദുർബലപ്പെടുത്തണം, കുട്ടികളിൽ നിന്ന് വിശ്വാസത്തിൻ്റെ കൃപ എടുത്തു കളയണം, യുവതി യുവാക്കന്മാരിൽ നിന്ന് വിശ്വാസത്തിൻ്റെ കൃപ ദുർബലപ്പെടുത്തണം. അതിനുവേണ്ടി സാത്താൻ വളരെയധികം അത്യുധ്വാനം ചെയ്യുന്നുണ്ട്. ഈ രാത്രി കൈകൾ ഉയർത്തിപ്പിടിക്കുക. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും വിശ്വാസത്തിൻ്റെ കൃപ തരണമേ. ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈ സമയം ഉന്നതങ്ങളിൽ നിന്ന് ഈ ദാസിദാസന്മാരുടെ മേൽ ഉന്നതമായ പ്രസാദ വരങ്ങൾ ചൊരിയണമേ. ഉന്നതമായ പ്രസാദ വരങ്ങൾ ഈ ദാസരുടെ മേൽ വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വേഗം വരണമേ. കൈകൾ ഉയർത്തി പരിശുദ്ധാത്മാവായ ദൈവത്തെ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവേ, വേഗം പറന്നിറങ്ങണമേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. നിത്യജീവന്റെ പേര് സ്വർഗത്തിലുണ്ടാകാൻ നമ്മളെ സഹായിക്കുന്ന അടിസ്ഥാനപരമായ കൃപയാണ് വിശ്വാസത്തിൻ്റെ കൃപ. അതിനുവേണ്ടി ഇന്ന് രാത്രി ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നമുക്ക് മാത്രം പോരാ, നമ്മുടെ സകല തലമുറകളിലുള്ള എല്ലാ മക്കളുടെ മേലും വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണം. എല്ലാ തലമുറകളിലും വിശ്വാസം ഉണ്ടാകണം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു തലമുറയിലും ഒരാളും സത്യവിശ്വാസം ഉപേക്ഷിച്ച് പോകാതിരിക്കാൻ വേണ്ടി എല്ലാ തലമുറകളിലേക്ക് വിശ്വാസത്തിൻ്റെ കൃപ നിറയാൻ വേണ്ടി ഇന്ന് ഈ ആരാധനയുടെ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. രണ്ട് കരങ്ങൾ ഉയർത്തി എത്രമാത്രം ഉച്ചത്തിൽ കർത്താവിനെ ആരാധിക്കാമോ അത്രയും ഉച്ചത്തിൽ സ്തുതിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Glory, glory, glory. Fire, fire. കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ അഗ്നിനാവുകത്തൻ രൂപത്തോടെ. കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ അഗ്നിനാവുകത്തൻ രൂപത്തോടെ. ഭൂമിയിളകും അഭിഷേക ശക്തിയ, ഭൂമിയിളകും അഭിഷേക ശക്തിയ. വേഗം ആഗതനാകണമേ, നിറയണമേ. Holy Spirit, Holy Spirit. പുതിയൊരു കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കാറ്റാഞ്ചിവിശന്റെ ഇത് പുതിയൊരു ദിനമാകട്ടെ. ഇന്ന് അഭിഷേകത്തി കാറ്റാഞ്ചിവിശന്റെ പുതുശക്തിയായി പുത്തനുണർവായി അഭിഷേക പൂരിതരാകട്ടെ. പുതുശക്തിയായി പുത്തനുണർവായി അഭിഷേക പൂരിതരാകട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കുടുംബത്തിലെ എല്ലാ അവസ്ഥകളെ സമർപ്പിക്കുന്നു. രോഗികളെ സമർപ്പിക്കുന്നു. വിദ്യാർത്ഥിനികൾ, ബാലികാ ബാലന്മാർ, യുവതിവാക്കന്മാർ, പ്രാർത്ഥിക്കാൻ മന്ദതയുള്ളവർ, വിഷമമുള്ളവർ എല്ലാവരെയും സമർപ്പിച്ചോ. ദൈവമേ, ജനതകളുടെ മേൽ ആത്മാവിനെ ചൊരിയണമേ. അഭിഷേകത്തിൻ ഉണർവ് നൽകിടുക. വലിയ ആഹ്ലാദത്തോടെ സാക്ഷികളാകാ ധൈര്യം നൽകിടുക. ജനതകളിൽ അഭിഷേകത്തിൻ ഉണർവ് നൽകിടുക. വചനത്തിൻ സാക്ഷികളാകാ ധൈര്യം നൽകിടുക. ദൈവശക്തിയാ വരങ്ങളും ദൈവ സ്വഭാവമാ ഫലങ്ങളും ദൈവം നൽകും ദാനങ്ങളും തിരുസഭയിൽ ചൊരിഞ്ഞിടുക. ദൈവം നൽകും ദാനങ്ങളും തിരുസഭയിൽ ചൊരിഞ്ഞിടുക. തിരുസഭയിൽ ചൊരിഞ്ഞിടുക. രണ്ട് കരങ്ങൾ ഉയർത്തി എത്ര ഉച്ചത്തിൽ സ്തുതിക്കാമോ അത്രയും ഉച്ചത്തിൽ സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, ധീരതയേകണമേ, ധീരതയേകണമേ.
രൂപത്തോടെ അഗ്നിനാവുകൾ തൻ രൂപത്തോടെ ഭൂമിയിളകും അഭിഷേക ശക്തിയായി ഭൂമിയിളകും അഭിഷേക ശക്തിയായി റൂഹായേ വേഗം ആഗതനാ